എതിരാളികളുടെ ആക്രമണം തിരമാല പോലെ വരുമ്പോൾ ഇളകിയാടുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയ്ക്ക് അലകും പിടിയും കരുത്തും നൽകുവാൻ സെനഗലിൽ നിന്നും ഒരു കരുത്തൻ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ ദുർഗത്തിലേക്ക് വരുന്നു. ഹോളോ ഇന്ത്യ എന്ന 24-കാരൻ സെനഗൽ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം ശക്തമാകും. ഇനി അങ്ങനെ വേഗം ഗോൾ വഴങ്ങില്ല എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അൺസർട്ടനിറ്റിയുടെ ഒരു സീസണിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു സൈനിങ്ങിനെ കാണുന്നത്. ഉമർ ബായ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സൈനിങ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സെനഗൽ താരത്തിൻ്റെത്. അതിൻ്റെ ട്രാക്ക് റെക്കോർഡും മറ്റുമൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹം 1-2 ക്ലബ്ബുകളിലൊക്കെ കളിച്ചിട്ടുണ്ട്. ആളിൻ്റെ പ്രായം കുറവാണ്, ഒരു താരത്തിനെയും എഴുതി തള്ളാൻ തയ്യാറല്ല. എടോ, ഒന്നാമതേ കുഞ്ഞൊരു സീസൺ, അതിൻ്റെ ഇടയ്ക്ക് നടത്തുന്ന സൈനിങ്ങുകളെല്ലാം മെഡിക്കോ സൈനിങ്. ആ സൈനിങ്ങിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടവിട്ടുള്ള സൈനിങ്ങുകൾ നടത്തുമ്പം ഇതിൻ്റെ പിന്നിൽ എന്ത് ലക്ഷ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനുള്ളത് എന്ന് വ്യക്തമാകുന്നില്ല. ഏതായാലും ഒരു സൈനിങ് വന്നപ്പോൾ ആ സൈനിങ്ങിനെ മോശമായിട്ടൊന്നും പറയുന്നില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ളൊരു താരമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒമർ ബായ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സെനഗൽ താരം കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കാം. ആളിനെ കുറിച്ച് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പെരിഫറലായിട്ട് കിട്ടുന്ന നോളജ് ഇതാണ്, ഒമർ ബായെക്കാട്ടിലും ആൾ കൊള്ളാവുന്നതാണ്. ഇതൊക്കെ കണ്ടാൽ മതിയായിരുന്നു, ആരാധകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഗിമ്മിക്ക് അല്ലാതിരിക്കട്ടെ. ഇങ്ങനെ ഇടയ്ക്ക് വന്ന് കയറി നന്നായിട്ട് കളിച്ചൊരു താരം ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്നു, പഴയ കിസീറ്റോ കിറോൺ എന്ന് പറയുന്ന ഉഗാണ്ടൻ താരത്തിന് ഓർമ്മയുണ്ടല്ലോ. അതുപോലൊരു ഇമ്പാക്റ്റ് ഈ ഒരു സെനഗൽ താരം ഉണ്ടാക്കിയാൽ കൊള്ളായിരുന്നു.